അപ്പൊ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയേക്കുമെന്നാണ് സൂചന. സമയപരിധി പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. തുടർ സാധ്യതകൾ തേടാൻ ആഭ്യന്തര മന്ത്രാലയം നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളും. ബൽറാം, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഗവർണറടക്കം ആ വിഷയത്തിൽ ചില വിയോജിപ്പുകൾ പറഞ്ഞതാണ്. അപ്പൊ ആ വിയോജിപ്പുകളെ കേന്ദ്ര സർക്കാർ ഗൗരവമായി കാണുകയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സംസ്ഥാന ഗവർണർമാരുടെ ഏറ്റുമുട്ടലൊക്കെ പിന്നെയും കടുക്കാനല്ലേ ആ ഭേദഗതിയിലേക്ക് പോവുകയാണെങ്കിൽ സാധ്യത? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, SKN സുഹൈൽ. ഈ വിഷയത്തിൽ ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണറുടെ പ്രതികരണം വന്നിരുന്നു. അത് ഭരണഘടനാപരമായി അത്തരത്തിൽ ഒരു സമയപരിധി ഇല്ല എന്നുള്ള പ്രതികരണമാണ് ഗവർണർ നടത്തിയതെങ്കിൽ അത് സമാനമായ അഭിപ്രായം തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിന് എതിരായി പുനഃപരിശോധനാ ഹർജി നൽകുന്നതിനുള്ള നീക്കങ്ങൾ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനായുള്ള സാധ്യതകൾ കേന്ദ്രം തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമായി വിശദീകരിക്കാനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. കൂടാതെ സുപ്രീം കോടതി ഈ 3 മാസം എന്ന ഒരു സമയപരിധി നിശ്ചയിക്കുമ്പോൾ അതിന് ഭരണഘടനാപരമായി എത്രത്തോളം സാധുതയുണ്ട്, ഭരണഘടനയിൽ അത് നിർവചിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് കോടതിക്ക് ഒരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ എന്ന കാര്യം ഉൾപ്പെടെയാണ് കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വന്ന ശേഷം ഈ ഭരണഘടന ഈ ഉത്തരവിന് എതിരായി ഒരു പുനഃപരിശോധനാ ഹർജി നൽകുന്നതാണ് കേന്ദ്രം പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ മറ്റ് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തേടുകയാണ്. ആഭ്യന്തര മന്ത്രാലയം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുക. നിലവിൽ ഇപ്പോൾ ഈ 2 അംഗ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ബെഞ്ചിന് മുന്നിൽ തന്നെ ഇത്തരത്തിലൊരു പുനഃപരിശോധനാ ഹർജി നൽകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കായി സമാനമായ കേസുകൾ ഉയർന്നു വരുമ്പോൾ ഒരു വിശാല ബെഞ്ചിലേക്ക് ഇത് എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ ഉൾപ്പെടെ കേന്ദ്രം പരിശോധിച്ചു വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുകയും പുനഃപരിശോധനാ ഹർജി നൽകുകയാണെങ്കിൽ അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഈ 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി ഭവന്റെ നിലപാട് തേടിയില്ല ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി എന്നുള്ള ഒരു തരത്തിലുള്ള നിയമ അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ഹഷ്മി, SKN സുഹൈൽ.